ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോമ്പാറയിലാണ്, എറണാകുളം കോമ്പാറ. ഗിഫ്റ്റ് ഷോപ്പിൻ്റെ സ്ഥാപകനായ റാസിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹായ് റാസിൻ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഈ സ്ഥലം എവിടെയാണ് കറക്റ്റ് നമ്മുടെ സ്ഥലം വരുന്നത് ഇപ്പോൾ മെട്രോ പാസഞ്ചേഴ്സ് ആണെങ്കിൽ എറണാകുളം MG റോഡിൽ മെട്രോ ഇറങ്ങി അവിടുന്ന് ഒരു 40 രൂപീസ്, നിയർലി 40 to 30 രൂപീസ് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓട്ടോ തന്നെ ഇവിടെ എത്തിപ്പെടാവുന്നതാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, അവിടെയും നിർത്താനുള്ള സൗകര്യം. കറക്റ്റ് അവിടുന്ന് ജുമാ മസ്ജിദ് എന്ന് പറയും, കോമ്പാറ ജുമാ മസ്ജിദ് ഫേമസ് ആണ്. പിന്നെ വെള്ളിയാഴ്ച അധികം മോസ്കിലൊക്കെ അറിയാം. അവിടുന്ന് ഒരു 100 മീറ്റർ മുന്നോട്ടേക്ക് വന്ന നമ്മുടെ സ്ഥാപനം. ഓക്കെ. പിന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ പ്രേക്ഷകർക്കൊന്നും പറയുന്നത്? ആക്ച്വലി നമ്മളെ ഷോപ്പ് റെഡ് മൂമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റെഡ് മൂമെൻറ്റ്സ്. ഓക്കെ. എൻ്റെ ഷോപ്പിൻ്റെ പേര് ഇമോഷൻ പ്ലസ് ആൻഡ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ഗോഡൗൺ ഉണ്ട്. ഓക്കെ. ഇമോഷൻ അൺലിമിറ്റഡ് റെഡ് മൂമെൻറ്റ്സ്. ഓക്കെ ഓക്കെ. അതാണ് നമ്മുടെ ഷോപ്പ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ദാറ്റ് മീൻസ് റെഡ് മൂമെൻറ്റ്സിൻ്റെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് വരാറ്. യാ എങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വിവാഹത്തിന് അന്വേഷിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കായിട്ടൊരു കസ്റ്റമർ ഇങ്ങോട്ട് വരിക, നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഗിഫ്റ്റ്സ് കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഹൗസ് വാമിങ്ങിനായിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. ദാറ്റ് മീൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ മൊമെൻറ്റോ ഇല്ലെങ്കിൽ മഗ്ഗിൽ ഫോട്ടോ പ്രിന്റിങ്, ആനിവേഴ്സറി, പിന്നെ ബർത്ത്ഡേ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്, അപ്പോൾ നമുക്കിപ്പോൾ മൊമെൻറ്റോ ഐറ്റംസ് വേണം, ആ മൊമെൻറ്റോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് കസ്റ്റമേഴ്സ് എന്ത് ആവശ്യപ്പെടുന്നോ അത് നമ്മളുടെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തു കൊടുക്കാനുള്ള മെഷീനറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളിവിടെയുള്ള എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യം വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ടീഷർട്ട്, ഉദാഹരണത്തിന് ടീഷർട്ട് എടുക്കാം. ദാറ്റ് മീൻസ് ഒരു കോർപ്പറേറ്റ് ബിസിനസ്സാണ്. ടീഷർട്ട്, മഗ്, പിന്നെ പെൻ സ്റ്റാൻഡ്, അങ്ങനെ ബാഡ്ജ്, പിന്നെ കീ ചെയിൻസ്, ഇങ്ങനെ ഓരോ കമ്പനിയുടെ പേര് നമ്മൾ ലോഗോ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്ത് അത് ലേസർ പ്രിന്റിംഗ് ആണ്, അത് ചെയ്യും. എൻഗ്രേവിംഗ് ആണ്, എൻഗ്രേവ് ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ UV ആയിക്കോട്ടെ, UV സ്റ്റിക്കർ, UV DTF, അത് നമ്മളതിൽ പ്രിന്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അവിടെ ബ്രാൻഡ് ഒട്ടിച്ച്, മീൻസ് കോർപ്പറേറ്റ് കമ്പനിയിലാണ് ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കോർപ്പറേറ്റ് കമ്പനി ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റും. ബൾക്ക് ഓർഡർ ആകുമ്പോൾ നമുക്ക് ഹോൾസെയിലും റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റും. ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരു റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് നമുക്ക് സിംഗിൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു പോകാൻ പറ്റില്ല. മെയിനായിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഗോഡൗണിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓൾ കേരള നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റുകൾ കണ്ടിട്ട് ഇപ്പോൾ അവർക്ക് ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം, അവർക്ക് ഇതേപോലത്തെ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കണം എന്ന് നമ്മളടുത്ത് വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് മെഷീൻസ് കൊടുക്കുന്നതാണ്. കൂടാതെ നമ്മളിപ്പോൾ ഇവിടെയുള്ള പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഒബ്ജക്ട്സ് ടൈപ്പ്, ഈ പ്രൊഡക്റ്റിൻ്റെ അല്ല ഈ മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസ് നമ്മൾ ക്ലയന്റിന് കൊടുക്കും, കസ്റ്റമേഴ്സിന് കൊടുക്കും. അത് അവർ അവിടുത്തെ നാട്ടിലുള്ള ഷോപ്സിലൊക്കെ ഡിസ്പ്ലേ വെച്ച് അവിടെ കസ്റ്റമർ വന്ന് മാർക്കറ്റ് ചെയ്ത് നമ്മളെ അടുത്ത് തന്നെ ഓർഡേഴ്സ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് മെഷീൻ വേണമെന്ന് വെച്ചാൽ മെഷീൻ നമ്മൾ കൊടുക്കും, ഈ പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കും. അവർക്ക് അവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എത്ര ദൂരം വരെ ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്? ഓൾ കേരള എല്ലാവരും, ഔട്ട് ഓഫ് കേരളയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ, ഈ ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം, മനുഷ്യന്മാരുണ്ടാക്കുന്ന ആ ഒരു ട്രെൻഡ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കസ്റ്റമൈസ് ആണ്. നമ്മളെ സ്റ്റാഫുകൾ ഓരോ സമയം ഓരോ പുതിയ ഐറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മൂവ്മെന്റ് ആണെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ ഡെയിലി അവരുടെ പല പല ഡിസൈൻസ് നമ്മൾ പറ്റുന്ന ഓക്കെ ആവുന്നതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് കസ്റ്റമേഴ്സിന് മുന്നിൽ നമ്മളിവിടെ ഡിസ്പ്ലേ ആക്കി വെച്ച് അതിനുശേഷം കസ്റ്റമർ വന്ന് പ്രോഡക്റ്റ് വയ്ക്കും, നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അക്രിലിക്കിൽ തന്നെ വന്നു. പിന്നെ ഇപ്പോൾ വേറൊരു പുതിയ ന്യൂ ഇത് കണ്ടത് നമ്മളിവിടെ കണ്ടത് വുഡിൽ തന്നെ
ഡിസൈനിങ് ഉണ്ട്. അതെന്താണ് അത് ശരിക്കും അത് മെറ്റീരിയൽ? അത് അപ്പോക്സി, വുഡിന്റെ അകത്ത് അപ്പോക്സി ചെയ്യുന്നുണ്ട് നമ്മൾ. ദാറ്റ് മീൻസ് അപ്പോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കളർ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ അതിൻ്റെ കൂടെ എൻഗ്രേവിങ് ഓൾറെഡി ഇറങ്ങിയതാണ്, പിന്നെ മാർക്കിങ് അത് ഓൾറെഡി ഉള്ളതാണ്, പിന്നെ അതിൽ UV DTF അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കളറും ചെയ്യാൻ പറ്റും, കളറിലൊക്കെ ചെയ്യാൻ പറ്റും. ആണല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഏത് മെറ്റീരിയൽ? ഏറ്റവും നമ്മൾ ചെയ്യുന്നത് മഗ്സിലാണ്. മഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യും. പിന്നെ മൊമെന്റോ, കുറെ കസ്റ്റമേഴ്സ് നമ്മൾ ഡിസ്പ്ലേയിലുള്ള പ്രോഡക്റ്റ് അതേപോലെ തന്നെ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെന്ന് പറയും. മറിച്ച് ചില കസ്റ്റമേഴ്സിന് അവരുടെ ഐഡിയ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനായിരിക്കും താല്പര്യം. നമ്മൾ അതും ചെയ്തു കൊടുക്കും. എന്താണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. നമുക്ക് 25-30 സ്റ്റാഫ്സ് ഉണ്ട്. നമുക്ക് എത്ര 24 hours മീൻസ് ഇപ്പൊ നാളെ ഒരു കസ്റ്റമറിന് വേണമെന്ന് കസ്റ്റമർ നിർബന്ധമായി വാശി പിടിക്കാൻ നമ്മളൊരു 1 o'clock 2 o'clock വരെ മാക്സിമം നമ്മൾ നിൽക്കും. കാരണം നമുക്ക് ഡെഡിക്കേഷനാണ് നമ്മുടെ സ്റ്റാഫുകളെല്ലാവരും. എങ്ങനെയെങ്കിലും കാരണം നമ്മൾ എടുത്തൊരു ഓർഡർ അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കും കസ്റ്റമേഴ്സിന്റെ പെരുമാറ്റം. പിന്നെ നമ്മളിപ്പോ ഇവിടുത്തെ ഒരു ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നമ്മളിവിടുത്തെ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ റീൽസുകളൊക്കെ ഇടൽ കുറവാണ്. ഇൻസ്റ്റ അല്ലെങ്കിൽ വേണ്ട യൂട്യൂബ് അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ആയി വരുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ മീൻസ് എൻ്റെ ഫാദർ ആണെങ്കിലും പുള്ളിയാണെങ്കിലും ഏകദേശം 15 വർഷമായി ഈ ഫീൽഡിൽ. പുള്ളിയാണ് ഈ ബിസിനസ് മുന്നോട്ടേക്ക് വളർത്തിയെടുത്തു കൊണ്ടുവന്നത്. പുള്ളി മഗ്ഗിൽ തുടങ്ങി, പിന്നെ ഫോട്ടോ ഫ്രെയിംസ് തുടങ്ങി, അങ്ങനെ പല 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 കാര്യങ്ങൾ പുള്ളി അതിൽ പുള്ളി ഇങ്ങനെ ചെയ്ത് അത് വിജയിച്ചു ഇങ്ങനെ ഓൾ ഓവർ കേരള പുള്ളി എത്തിച്ചു. അങ്ങനെ പല പ്രൊഡക്റ്റുകൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാലാണ് പുള്ളി ഇങ്ങനെ പല പ്രൊഡക്റ്റുകൾ. 15 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. അതെ അതെ. ഞാനിപ്പോൾ ഏകദേശം 1 year ആയിട്ടേ ഉള്ളൂ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. അതായത് ഫസ്റ്റ് എന്തായിരുന്നു ജോലി? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഞാൻ ഓൾ കേരള ടൂറിസ്റ്റ് ഓപ്പറേഷൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ നമ്മളെ ഐ വി ടൂർ പാക്കേജ്, സ്കൂൾ ടൂർ പാക്കേജ്, കോളേജ് പാക്കേജ്, അങ്ങനെ അത് പ്ലസ് റിസോർട്ട്സ്. ഇതിന്റെ കൂടെ തന്നെ ഒരു ട്രാവൽ അല്ലേ? അതെ അതെ. ബിടെക്കിന്റെ കൂടെ തന്നെ ഈ ടൂറിസ്റ്റ് ഫീൽഡ് വളർന്നു. ഇപ്പൊ ഞാൻ അടുത്ത ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്താൽ ഒരു വിജയത്തിലേക്ക് തീർച്ചയായിട്ടും. അല്ല 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നജീബ് എന്നാണ് പേര്. അപ്പോൾ വൈഫിന്റെ പേര്? നഫ്ലൂൻ ഫാത്തിമ. അപ്പോൾ എത്ര പേരുണ്ട്? നിങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ 2 അനിയന്മാര്, ഫാദർ മദർ. പക്ഷേ വൈഫിന്റെ ഫാമിലി വൈഫ് 2 sisters. ഒരാൾ ദുബായിലാണ്, ടീച്ചറാണ്. പിന്നെ 2 പേരും കൂടെ ഷോപ്പിലുണ്ടാവും, സിസ്റ്റേഴ്സും വൈഫാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇപ്പം നമ്മൾ ഈ വരുന്ന കസ്റ്റമേഴ്സിന് എത്രത്തോളമാണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ? ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യൂല. 100% ക്വാളിറ്റി ഞങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. പക്ഷേ റേറ്റ് ഞങ്ങൾ അവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം കസ്റ്റമർ എന്തുകൊണ്ടാണോ നമ്മളെ ഷോപ്പിൽ വരുന്നത് ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഹോൾസെയിൽ കസ്റ്റമേഴ്സിനൊക്കെ ഇത്ര % ഡിസ്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കും. അത് നമ്മളെ ഷോറൂം ഡയറക്റ്റ് നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. 100% നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കും. നമ്മൾ ഈ റെഡ് മൊമെന്റ്സിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനൊത്ത് ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിന് എന്താണോ ഉള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടുന്ന് ലഭിക്കുക. നമ്മൾ എന്താഗ്രഹിക്കുന്നുണ്ടോ അത് ശരിക്കും ഇവിടെ നമുക്ക് ലഭ്യമാവും. പിന്നെ മറ്റൊരു കാര്യം, വിലയിൽ വളരെ ക്വാളിറ്റിയിൽ വളരെ മികച്ചതും വിലയും വളരെ വിലക്കുറവുമാണ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമറോട് എങ്ങനെ ഇടപെടണമെന്ന് റെഡ് മൊമെന്റ്സിലെ സ്റ്റാഫിനും അതുപോലെ അതിൻ്റെ ഓണേഴ്സിനും അറിയാം. കാരണം നമുക്ക് ഏറ്റവും സന്തോഷകരമായ നമ്മുടെ ജീവിതത്തിൽ വലിയ മൂല്യമുള്ളതായി തന്നെ ഇവിടുന്ന് വാങ്ങുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രവുമല്ല ഞങ്ങൾ YMCAയിൽ സ്ഥിരമായിട്ട് ഈ റെഡ് മൊമെന്റ്സിന് മാത്രമാണ്, എറണാകുളത്ത് ഒത്തിരി കടകളുണ്ടെങ്കിലും റെഡ് മൊമെന്റ്സിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോൾ തന്നെ അറിയാമല്ലോ, YMCAയിൽ ഒത്തിരി പ്രോഗ്രാം സ്പോർട്സിനെയും മറ്റുള്ള പ്രോഗ്രാം എല്ലാം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇവിടുന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ള മനസ്സിലാക്കാൻ കഴിയും. എറണാകുളത്ത് ഏറെ കടകളുണ്ടെങ്കിലും അതിൽ വാങ്ങിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ വിലയും അതുപോലത്തെ ഗുണമേന്മയിലുള്ള ഇതുകൊണ്ടാണ്. അല്ല, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളും
ക്വാളിറ്റിയിൽ കൊടുത്താലാണ് അടുത്തത് വീണ്ടും അവരുടെ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അങ്ങനെ ബിസിനസ് വരുന്നത്. അതെ, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊന്നും നമ്മൾ ചെയ്തില്ല. കാരണം നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത്. സാറിനെ പോലുള്ള ഒരാൾക്ക് ഞാൻ ഒരു പ്രൊഡക്റ്റ് തന്നു, സാർ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് വേറൊരാളോട് പറയുന്ന ആ മൗത്ത് പബ്ലിസിറ്റി ഇന്ററാക്ഷൻ ഇല്ലേ, അതാണ് നമ്മളെ കടയുടെ വിജയം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയില് പബ്ലിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിത ശൈലിയാണ് നമ്മളിവിടെ ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നത്. അതെ അതെ അതെ. ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നിയൊരു ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഓരോ അനുഭവത്തിൽ നിന്നല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ വൈഫാണ് ആയിക്കോട്ടെ, എൻ്റെ ഗ്രാൻഡ് ഫാദർ മീൻസ് വൈഫിൻ്റെ ഫാദർ ആയിക്കോട്ടെ, എൻ്റെ വൈഫിൻ്റെ ഫാദർ ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അവരിന്ന് എനിക്ക് മനസ്സിലായത് അവർ നെവർ ഗിവ് അപ്പ് ആണ്. ഒരു വർക്ക് അവരെടുത്തു കഴിഞ്ഞാൽ അവർ 100% അതിനു വേണ്ടി അവരിറങ്ങും. ആ വർക്ക് എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്ന വർക്കാണ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ചിന്തയാണ്. പല ദിവസങ്ങളും നൈറ്റ് 12 o'clock 10 o'clock ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് ഹാർഡ് വർക്ക്, അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ കാണുന്ന പോലെ എല്ലാ ബിസിനസ്സുകാരും അവർ ബെൻസ് BMW ഇങ്ങനെയൊക്കെ പോകുന്നത്, പക്ഷേ എല്ലാ ബിസിനസ്മാനും അവരുടേതായ ഒരു കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ അത് പുറത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഫൈറ്റിംഗ് ടൈം ഉണ്ട്. നല്ലൊരു കാര്യമാണ്. അതായത് ഏതൊരു ബിസിനസ് ഇറങ്ങുമ്പോഴും കാണുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ബിസിനസ് അവിടെ ഉണ്ട്, പക്ഷേ അതിനകത്തുള്ള നമ്മുടെ അധ്വാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നുമല്ല, ഭയങ്കര. അത് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കസ്റ്റമർ വന്നു, ഇപ്പോൾ 100-200 നമ്പേഴ്സ് ഓഫ് മൂവ്മെന്റ് അവർക്ക് മറ്റന്നാളേക്ക് വേണമെന്ന് പറയാം. എനിക്ക് എങ്ങനെ മറ്റന്നാൾ കൊടുക്കാൻ പറ്റും? ആ ഒരു ചിന്ത പോലും ഇല്ലാതെ നമ്മളത് കസ്റ്റമറോട് പറയാം, ഓക്കെ ഞാൻ റെഡി ആയി തരാം. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം. പക്ഷേ ആ ടൈമിൽ എനിക്കുണ്ടാകുന്ന സ്ട്രെസ്സ് തീർച്ചയായിട്ടും അത് ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം സാധാരണ മൂവ്മെൻറ്റോ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടി അങ്ങനെയല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മാക്സിമം ഞാൻ കസ്റ്റമേഴ്സ് പറയും, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം നിങ്ങളുടെ പ്രോഗ്രാം ടൈമിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ആ ടൈം ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡക്റ്റ് തരാം. ചില കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ വന്നിട്ട് മറ്റന്നാളേക്ക് ഒരു 10-100 മൂവ്മെൻറ്റോസ് ഒക്കെ വേണമെന്ന് പറയാം. ആ ടൈമിലാണ് നമുക്കൊരു പക്ഷേ നമ്മൾ ഒരു ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ മാത്രമല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്ജസ് വർക്കിംഗ് ഉണ്ട്, ബാഡ്ജ് ഇല്ലേ, ബാഡ്ജ് ഉണ്ട്, ബോട്ടിൽ എൻഗ്രേവിംഗ് ഉണ്ട്, പിന്നെ കോർപ്പറേറ്റ് ഡയറി സെറ്റ് 3-in-1 4-in-1 അങ്ങനെ സെറ്റ് ഉണ്ട്. കീ ചെയിൻ, പെൻ, വാട്ടർ ബോട്ടിൽ, ടെമ്പറേച്ചർ, പിന്നെ മൊമെൻറ്റോസ് ഉണ്ട്, മഗ് ഉണ്ട്, ടീഷർട്ട് പ്രിൻറ്റിംഗ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, ക്ലോക്ക് എൻഗ്രേവിംഗ് ഉണ്ട്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഷോറൂമിലേക്ക് ഒരു ദിവസം കസ്റ്റമേഴ്സ് ആർക്കാണെങ്കിലും വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എല്ലാ ഇൻഫർമേഷനും തരുന്നതായിരിക്കും. ഇപ്പോൾ ഷോപ്പ് ഓണേഴ്സ് കുറേ ഷോപ്പുകളുണ്ട്, അവർക്ക് ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മൾ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. മെഷീൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും. മെറ്റീരിയലും എല്ലാം. മെയിനായിട്ട് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനി വന്ന് പറയുകയാണ് അവർക്ക് അവരുടെ സ്റ്റാഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ഐറ്റംസ് വേണം. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് 3-in-1 സെറ്റ് കോംബോ ബോക്സ് ഉണ്ട്. അതിൽ ടെമ്പറേച്ചർ, വാട്ടർ ബോട്ടിൽ, ഡയറി, പെൻ, പിന്നെ 4-in-1 സെറ്റ് ഉണ്ട്. അതിൽ കീ ചെയിൻ കൂടെ എക്സ്ട്രാ ആഡ് ആവും. അങ്ങനെ 4-in-1 സെറ്റ് ആൻഡ് 3-in-1 സെറ്റ് ഇങ്ങനെ കോർപ്പറേറ്റ് ബോക്സിലാണ് ഇത് വരിക. അതിൽ കമ്പനിയുടെ ലോഗോ കളർഫുള്ളായിട്ട് ആ കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അതേപോലെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുള്ളിയാണ് ഈ കോർപ്പറേറ്റ് ബിസിനസ് രംഗത്ത് എല്ലാവരുമായിട്ട് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പുള്ളിയാണ് വർഷങ്ങളായി ചെയ്യുന്നത്, 15 വർഷം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ പുള്ളിയാണ് ഈ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനിയൊക്കെ ആയി ടൈപ്പായിട്ട് വളർത്തിയെടുത്തത്. പിന്നെ മൊമെൻറ്റോസ് ഇപ്പാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഒരു 1 year ആയിട്ടേ ഉള്ളൂ. ഇപ്പാണ് മൊമെൻറ്റോസിലേക്ക് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഡെലിവറി ഉണ്ടോ നമുക്ക്? ഓൾ കേരള ഡെലിവറി ഉണ്ട്. സ്പീഡ് ആൻഡ് സേഫ്, JM, DTDC അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ് ഡെലിവറി 5 to 9 o'clock വരെ ഡെലിവറി ടൈമാണ്. ഓൾറെഡി അതിന് മുന്നേ വർക്ക് ചെയ്ത് വെച്ചേക്കും, നമ്മൾ പാക്ക് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളും ഫില്ല് ചെയ്ത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ പുറത്ത് സ്ഥലങ്ങളിലും ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ വിട്ട് ഗൾഫ് കൺട്രീസിലാണെങ്കിൽ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലേ? നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ റിസ്കിനനുസരിച്ചാണ് നമ്മളിവിടെ. അതിൻ്റെ മീൻസ് നമ്മളിപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കൂടെ പുറത്തേക്ക് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എൻക്വയറി ചെയ്ത് സംസാരിച്ച് അവരെ റിസ്കിൽ. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ
നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ ഞാൻ പ്രസൻറ്റിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആവും ബിസിനസ് തുടങ്ങാം അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ലിവ് ഇൻ പ്രസൻറ്റ് അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. ഫ്യൂച്ചർ ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ പാസ്റ്റ് നത്തിങ്. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്. അതെ, പിന്നെ 100% അതിലില്ലെങ്കിൽ നമ്മൾ ഇല്ല, നമ്മൾ സീറോ ആയിരിക്കും അല്ലേ? യെസ്. എത്രത്തോളമാണ് നമ്മുടെ സ്റ്റാഫിന്റെ സപ്പോർട്ട്? സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എനിക്ക് അതൊരു വെറും ഒരു നമ്പറിലോ ഒരു ഡിജിറ്റിലോ പറഞ്ഞ് എനിക്ക് ജസ്റ്റ് ആ സ്റ്റാഫിനെ ക്വാളിറ്റിയോ എനിക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഹാർഡ് വർക്കാണ് നമ്മളെപ്പോലത്തെ ഈ ഷോപ്പുകളൊക്കെ വിജയിച്ചു പോകാനുള്ളത്. ഒരുപാട് ഷോപ്പുകൾ, എൻ്റെ ഷോപ്പ് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റ് എന്തോ ആയിക്കോട്ടെ, എല്ലാ ഷോപ്പിലും നമ്മുടെ സ്റ്റാഫാണ് നമ്പർ 1. നമസ്കാരം, ഞാൻ ഡോക്ടർ ടെറി തോമസ് എടത്തുട്ടി, പ്രസിഡൻറ്റ് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ്. ഞാൻ ഈ കടയിലേക്ക് വന്നു തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായി. എപ്പോഴും ഡിഫറെൻറ്റ് കളക്ഷൻസാണ് എപ്പോൾ വന്നാലും നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഏത് പ്രൈസ് റേഞ്ച്, നമ്മൾ ചെന്നൊരു പ്രൈസ് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മൊമെൻറ്റോസ് ആണെങ്കിലും പ്രൈസസ് ആണെങ്കിലും ഗിഫ്റ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്കിന്നിവിടെ അവൈലബിൾ ആണ്. അതുമാത്രവുമല്ല, നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പെന്നായിക്കോട്ടെ, മഗ്സ് ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ക്വാളിറ്റി ഉള്ള ഓരോ ഗിഫ്റ്റുകളായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതെപ്പോഴും ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ കട ഇന്നിവിടെ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഓടി വന്നൊരു കാര്യം പറഞ്ഞാൽ നോ പറയാറില്ല. അതിനെല്ലാം അപ്പോൾ തന്നെ ചിരിച്ച മുഖത്തോടു കൂടി നമുക്കത് സാധിച്ചു തരുന്ന, അതാണ് ഏറ്റവും വലിയൊരു കാര്യം, നമ്മളെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അത് ഏറ്റവും നല്ല രീതിയിലാണ് ഇന്ന് റെഡ് മൂവ്മെൻറ്റ്സ് ഇവിടെ നൽകുന്നത്. പ്രത്യേകം അവരെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു ബിസിനസ് അല്ല, ഇപ്പം ന്യൂജൻ കാലഘട്ടമാണല്ലോ. അതെ, നിങ്ങളിലേക്ക് ഉള്ളൊരു കാലഘട്ടമാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കൊടുക്കാവോ? ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ പല ആളുകളും യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മളത് തുടങ്ങിയാൽ വിജയിക്കുമോ, അല്ലെ ഇത് തുടങ്ങിയാൽ നമുക്ക് അതിനുള്ള ക്യാപ്പബിൾ ഉണ്ടോ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഒറ്റപ്പെട്ടു പോവോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടോ? ഇഫ് എനി വൺ ഇൻ ദ വേൾഡ്, അതായത് ഏതൊരാളാണെങ്കിലും അവർക്ക് ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ പിന്നെ അയാളെ തടുക്കാൻ ആർക്കും ആവില്ല. ഹീസ് അൺസ്റ്റോപ്പബിൾ. അയാൾക്ക് എങ്ങനെയാണോ വിജയിക്കാൻ പറ്റും. അയാൾ ചിന്തിച്ചതിനെക്കാട്ടും അപ്പുറം അയാൾക്ക് ആ ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റും. ബട്ട് ഒറ്റ കാര്യമുള്ളൂ, ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, ആ പ്രൊഡക്റ്റിനെ സ്നേഹിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് എങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അത് ഇവിടെ വരുന്ന കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. അതെങ്കിൽ നമ്മൾ അത് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അവർ പറഞ്ഞ ഇവിടുത്തെ അവരുടെ പുഞ്ചിരി മതി, അല്ല വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയും, അല്ലേ? അല്ല, നമ്മൾ അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി അതാണ്. അത് നമുക്ക് ജസ്റ്റ് നമുക്ക് പൈസ കൊടുക്കാൻ കിട്ടാത്ത സാധനങ്ങളാണ് അതൊക്കെ. അതല്ല, നമുക്ക് ഇപ്പോൾ ഒരാളിൽ നിന്നൊരു പൈസ വാങ്ങിയിട്ട് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആത്മാർത്ഥതയായിട്ടല്ല. തീർച്ചയായിട്ടും അതിപ്പോൾ ഒരു എന്താ പറയുക, ആ പൈസക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ ആരായിക്കോട്ടെ, നമ്മൾ വരുന്ന കസ്റ്റമറെ സ്നേഹിക്കുകയാണ്, അവരുടെ ഒരു അവകാശമാണെന്നുള്ള രീതിയിൽ സ്നേഹിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫ് ആരും ആ രീതിയിൽ ചിന്തിക്കില്ല. എല്ലാവരും അതായത് വരുന്ന കസ്റ്റമറെ നല്ല രീതിയിൽ കൈനീട്ടി സ്വീകരിക്കുക, ചിരിക്കുക, സംസാരിക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാമിലിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിട്ടതിൽ വളരെയധികം നന്ദിയുണ്ട്. നമസ്കാരം. താങ്ക് യു. നന്ദി.